ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞാൽ ഒരു ആവറേജ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് അത് എപ്പോഴാണ് ഉപയോഗിക്കുക വെച്ചാൽ നമ്മളെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ കേസിലാണ് ഉപയോഗിക്കുക ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് LMTD ഉപയോഗിക്കുക. LMTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എടുക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും പാരൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൽ ഒരു ഹോട്ട് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്, കൂടാതെ ഒരു കോൾഡ് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ എവിടെ നടക്കുക, ഏറ്റവും കൂടുതൽ ഹീറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള സ്ഥലത്താണ് എന്ത് നടക്കുക, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള ടൈമിലാണ് എന്ത് ചെയ്യുക, ഹീറ്റ് ട്രാൻസ്ഫർ ഏറ്റവും കൂടുതൽ നടക്കുക. അതായത് ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറുള്ള ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് പിന്നെ ഒരു 2 ഡിഗ്രിയുള്ള കോൾഡ് ഫ്ലൂയിഡിലേക്കാണ് എന്ത് ചെയ്യും, ഒരുപാട് ഹീറ്റ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതേസമയം ഇങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കൂടി വരികയും ചെയ്യും. ഹോട്ട് ഫ്ലൂയിഡ് നടുവിൽ കൂടി പോകുന്ന ഹോട്ട് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഈ കേസിൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായി കുറഞ്ഞു വന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും കുറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണ് എന്ത് ചെയ്യും, ഇവിടെ ഫസ്റ്റ് തുടക്കത്തിൽ എന്തായിരുന്നു, ഹൈ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരുന്നു. ഈ എൻഡിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, അതായത് ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു പോവുകയും ചെയ്തു, അതേപോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്തു. ഇത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, രണ്ട് ഫ്ലൂയിഡും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായി വളരെ കുറഞ്ഞു. അപ്പോൾ ഒരേ എമൗണ്ടിലായിരിക്കും എന്ത് ഹീറ്റ് ട്രാൻസ്ഫർ. ഫസ്റ്റിൽ തുടക്കത്തിൽ ഈ പോർഷനിൽ എന്തായിരിക്കും, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ എമൗണ്ട് കാണുമ്പോൾ നമുക്ക് എന്ത് ചെറിയൊരു ബുദ്ധിമുട്ട്, എന്താ ഒരേപോലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയല്ല. അതായത് തുടക്കത്തിൽ ഹീറ്റ് ട്രാൻസ്ഫറിങ് കൂടുതലും അല്ലെങ്കിൽ എന്താ എൻഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ എമൗണ്ട് കുറവാണ്. അതായത് തുടക്കത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ എമൗണ്ട് കൂടുതലും ലാസ്റ്റിൽ എന്താ കുറവാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എല്ലാ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാനല്ല, കാൽക്കുലേഷൻ ചെയ്യാനല്ല. അപ്പോൾ നമുക്ക് ഒരു ഏവറേജ് ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് ഒരു ഏവറേജ് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിങ് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ഒരു ലോഗ്, അതായത് ലോഗിന്റെ ടേംസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യും, ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഏവറേജ് ടെമ്പറേച്ചർ ഡിഫറൻസ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് LMTD അല്ലെങ്കിൽ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ അതിനൊരു ഫംഗ്ഷൻ നോക്കാം. It is the logarithmic average of temperature difference between hot and cold fluid streams at each end of heat exchangers. The larger the value of LMTD, the higher the heat transfer. അതായത് LMTD വാല്യൂ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ എമൗണ്ട് എന്താവും, കൂടി വരും. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു. ആ ഇക്വേഷൻ LMTDന്റെ കേസിലേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, ചെറിയ ഡിഫറൻസ് വരും. ഇവിടെ Q U into overall heat transfer coefficient ആണ് എന്ത്, U into A into delta TM. Delta TM ആണ് നമ്മൾ എന്ത് പറയുന്നത്, ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഡെൽറ്റ TM. ആ ഡെൽറ്റ TM ഇക്വേഷൻ ആണ് എന്ത്, ഡെൽറ്റ TM is equal to ഡെൽറ്റ T1. ഡെൽറ്റ T1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിന്റെ അല്ല ഏതെങ്കിലും ഒരു എൻഡ്, അതായത് ഹീറ്റ് എക്സ്ചേഞ്ചസിന്റെ ഏതെങ്കിലും ഒരു എൻഡിലെ ടെമ്പറേച്ചർ ആണ്, രണ്ട് ടെമ്പറേച്ചേഴ്സ്, ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചറും കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ തമ്മിൽ ഡിഫറൻസ് ആണ് എന്താ പറയുക, ഡെൽറ്റ T1. ഒരു എൻഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, അടുത്ത എൻഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ് അതിന് രണ്ട് എൻഡുള്ള, ഒരു എൻഡുള്ള വേറെ എൻഡുള്ള, രണ്ട് എൻഡുള്ള. ആ രണ്ട് എൻഡിൽ ഒരു എൻഡിലുള്ള ഏതൊക്കെ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ്. അതേപോലെ അടുത്ത എൻഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, അതാണ് ഡെൽറ്റ T1 ഡെൽറ്റ T2. അപ്പോൾ ഈ ഡെൽറ്റ T1 ഡെൽറ്റ T2 കുറേ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചിന്റെ ടൈപ്പ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഡെൽറ്റ T1 ഡെൽറ്റ T2 കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞുതരാം. അതിനെ പിന്നെ ഈ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. LMTD is the logarithmic average of temperature difference between hot and cold fluids streams at each end of the heat exchanger. അതായത് ലോഗരിതമിക് ആവറേജ് എന്തിന്റെ, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ, അതായത് ഹോട്ട് ആൻഡ് കോൾഡ് സ്ട്രീം ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിന്റെ ഹോട്ട് ആൻഡ് കോൾഡ് സ്ട്രീംസ് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ഏവറേജിനെയാണ് എന്ത്, ലോഗരിതമിക് ഏവറേജിനെയാണ് എന്ത് പറയുക, LMTD എന്ന് പറയുക. അതായത് ഹീറ്റ് എക്സ്ചേഞ്ചസിന്റെ കോൾഡ് ആൻഡ് ഹോട്ട് ഫ്ലൂയിഡ്സിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ, ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ്സിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ലോഗരിതമിക് ആവറേജിനാണ് എന്ത് പറയുക,
എന്ത് പറയാം, LMTD എന്ന് പറയാം. ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ്സിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ലോഗരിതമിക് ആവറേജിനെയാണ് എന്ത് പറയാം, LMTD എന്ന് പറയാം. ഇനി ഞാൻ പറഞ്ഞത് ഈ LMTDന്റെ ഇതിനകത്തുള്ള ΔT1 ΔT2 എന്ത് ചെയ്യും, ഡിഫറൻസ് വരും. അപ്പോൾ മെയിനായിട്ട് രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ച് കേസ് മൊത്തം നമുക്ക് പറയാനുള്ളത്. രണ്ട് കാര്യങ്ങൾ എന്തെല്ലാം വെച്ചാൽ, ഒന്ന് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറും ഒന്ന് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറും. അതിനകത്ത് രണ്ടിനുള്ള ഈ ΔT1 ഇക്വേഷൻ. ΔT1 എന്ന് പറഞ്ഞാൽ പാരലൽ ഫ്ലോ, ഇത് രണ്ടും പഠിക്കണം കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം, പഠിക്കണം. അതേപോലെ തന്നെ ΔTmന്റെ ഇക്വേഷൻ പഠിക്കണം. അപ്പോൾ ഇതിൽ പാരലൽ ഫ്ലോ ആണെങ്കിൽ എന്താ, രണ്ടത്തിൽ എന്താ, ഇൻലെറ്റ് രണ്ടും എന്താ, കോൾഡ് ഫ്ലൂയിഡിന് ഇൻലെറ്റ് ഉണ്ട്, അതേപോലെ ഹോട്ട് ഫ്ലൂയിഡിന് ഇൻലെറ്റ് ഉണ്ട്. അപ്പോൾ ΔT1 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എൻഡിലുള്ള രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് ഈ എൻഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്ത്, T1. അതൊക്കെ TC ഇൻ TH ഇൻ, ഇതല്ലേ ഹോട്ട് ഫ്ലൂയിഡ് ടെമ്പറേച്ചറിലെ കൂടുതൽ TH ഇൻ മൈനസ് TC ഇൻ, അതാണ് എന്ത് T1. ഇനി അതേപോലെ T2 എന്തായിരിക്കും, ΔT2 എന്തായിരിക്കും, TH ഔട്ട് മൈനസ് TC ഔട്ട്. ഇനി ഇതാണ് എന്ത് T2. അങ്ങനെ T1 മൈനസ് T2 ആണ് എന്ത്, ഇവിടെ T1 T2 എന്ത് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് കിട്ടും, ΔTm കിട്ടും. അതേപോലെ തന്നെ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് നേരെ ഡിഫറെന്റ് ആണ്. എന്താ, രണ്ടിന്റെയും ഹോട്ട് ഫ്ലൂയിഡിന്റെയും കോൾഡ് ഫ്ലൂയിഡിന്റെയും ഡയറക്ഷൻ എന്താ, ഓപ്പോസിറ്റ് ആണ്. ഹോട്ട് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഒരു സൈഡിൽ നിന്ന് അടുത്ത അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് വരിക, ഫ്ലോ ചെയ്യുക, കോൾഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുക. ഇവിടെ എന്താ, ഇവിടെ എങ്ങനെയാണ് ΔT1 എങ്ങനെ എടുക്കുന്നത്, ΔT1 is equal to H in ഇതുപോലെ ഹോട്ട് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ മൈനസ് കോൾഡ് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ. ഇവിടെ എന്ത് ചെറിയ വ്യത്യാസം, ഇവിടെ എന്തായിരുന്നു, രണ്ടിന് ഇൻലെറ്റ് ആയിരുന്നു. ഇപ്പൊ എന്താ, ഒന്നിന് ഇൻലെറ്റും ഹോട്ട് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റും കോൾഡ് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് T1. അതേപോലെ തന്നെ T2 ΔT2 എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറും ഹോട്ട് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറും ഹോട്ട് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറും കോൾഡ് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ΔT2. അപ്പോൾ ഇത്രയാണ് എന്ത് LMTD. അതായത് ഈ കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാ, ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും, LMTDന്റെ ΔTm കിട്ടും. ആ ΔTmന്റെ വാല്യൂ ഈ Q=UA ഇൻറ്റു ΔTm എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി LMTDന്റെ വാല്യൂ എത്ര, ΔTm എത്ര കൂടുന്നോ അത്രയും എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ എമൗണ്ട് എന്താവും, ഇൻക്രീസ് ആവും. ഇത്രയാണ്. അതായത് ഒരു ലോഗരിതമിക് ആവറേജ് ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ, അതായത് ഈ ഹീറ്റ് എക്സ്ചേഞ്ചിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ, അതായത് ഫ്ലൂയിഡ്സിന്റെ കോൾഡ് ഫ്ലൂയിഡിന്റെ ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ലോഗരിതമിക് ആവറേജിനെയാണ് എന്ത് പറയാ, LMTD എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് LMTDനെ പറ്റി പറയുന്നത്. ഞാൻ അതിൻ്റെ കുറച്ച് അസംഷൻസ് എടുത്തിട്ടുണ്ട്. അതായത് LMTD വെച്ചാൽ നമ്മൾ ചെറിയ അസംഷൻസ് എടുത്തതിന് ശേഷമാണ് ഈ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്, കോൺസ്റ്റന്റ് ആണ്. അത് ഏത് ടൈമിലും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എന്താ, അത് ഹീറ്റ് എക്സ്ചേഞ്ചിന്റെ തുടക്കത്തിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ എത്തുന്നവരെ എന്താണ്, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U എന്താ, കോൺസ്റ്റന്റ് ആണ്. അതേപോലെ സ്പെസിഫിക് ഹീറ്റ് CP, അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ എന്താ പറയാം, CP. അതേപോലെ അതിൻ്റെ അകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന മാസിന്റെ റേറ്റും എന്താണ്, രണ്ട് ഫ്ലൂയിഡിന് കോൾഡ് ഫ്ലൂയിഡിന് ഹോട്ട് ഫ്ലൂയിഡിന് സെയിം ആണ്. അതേപോലെ തന്നെ ഫ്ലോ കണ്ടീഷൻസ് എന്താ, ഫ്ലോ വെലോസിറ്റി ഇതൊക്കെ എന്താ സെയിം ആണ്. അതിലെന്തില്ല, വേരിയേഷൻസ് ഇല്ല, ഒരേപോലെ രണ്ട് കേസിലും ഒരേ ഫ്ലോ റേറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പിന്നെ അടുത്ത ദർ ഇസ് നോ ഫേസ് ചേഞ്ച്, ഫേസ് അതായത് ഒരു ഫേസ് ചേഞ്ച്, അതായത് എല്ലാം ലിക്വിഡ് ആണ്, അതിൻ്റെ അകത്ത് വേപ്പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ കേസിൽ LMTD കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹീറ്റ് ലോസ് ഇല്ല എന്നുള്ളൊരു അസംഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ LMTD ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ആക്സിയൽ കണ്ടക്ഷൻ അലോങ് ട്യൂബ് വെച്ചാൽ മെറ്റൽ ട്യൂബ് ആയിരിക്കും. ആ മെറ്റൽ ട്യൂബിൻ്റെ അകത്തോടെയാണ് ഹീറ്റ് ട്രാൻസ്ഫറിങ് കണ്ടക്ഷൻ, അതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇതിലുള്ള ചേഞ്ചസ് എന്ത് ചെയ്യുന്നില്ല, ഇതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, LMTD ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.